LDF നെന്മാറ നിയോജക മണ്ഡലം തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KP സുരേഷ് രാജ് ഉദ്ഘാടനം ചെയ്തു. 10 വർഷത്തെ പിണറായി സർക്കാർ ഭരണത്തിൽ അഴിമതിയുടെ പേരിൽ ഒരു മന്ത്രി പോലും രാജിവെച്ചിട്ടില്ലെന്ന് KP സുരേഷ് രാജ് അവകാശപ്പെട്ടു. ഭരണത്തിന്റെ സുതാര്യത ഉയർത്തിക്കാട്ടിയുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണമാണ് LDF നടത്തേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇടതുപക്ഷമില്ലാത്തൊരു ഇന്ത്യയുടെ അവസ്ഥ എന്താകും? നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനോട് സന്ധി ചെയ്തു പോകുന്ന കോൺഗ്രസും രാജ്യത്തെ വർഗീയവൽക്കരിച്ചുകൊണ്ടിരിക്കുന്ന BJPയും നമ്മുടെ ദേശീയ താൽപര്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കുമ്പോൾ ബദൽ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു പക്ഷമായി ഇന്ന് ഇന്ത്യ രാജ്യത്ത് അവശേഷിക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിന് വലിയ ദേശീയ പ്രാധാന്യമുണ്ട്. ആ അർത്ഥത്തിൽ ഇടതുപക്ഷത്തിന് വിജയിച്ചേ മതിയാവും. ജനങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ജനപക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തിൽ അധികാരത്തിലിരുന്ന ഒരു ഗവൺമെന്റ് അതിന് സാക്ഷ്യപത്രമായി നമ്മുടെ മുമ്പിലുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടും പ്രദേശത്ത് കുളിക്കടവിലായാലും മരണ വീട്ടിലായാലും 4 ആൾ കൂടുന്നിടത്തുമൊക്കെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്, എല്ലാ പാർട്ടിക്കാരും കണക്കാണ്, എല്ലാവരും അഴിമതിക്കാരാണ്, എല്ലാവരും സ്വജനപക്ഷപാതക്കാരാണ്, പോക്കറ്റ് വീർപ്പിക്കുന്നവരാണ്. ആ ഒരു ചർച്ച 4 ആൾ കൂടുന്നിടത്തൊക്കെ ഉണ്ട്. എന്നാൽ നമുക്ക് അഭിമാനപുരസ്സരം പറയാൻ കഴിയും, ഈ കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനിടയ്ക്ക് ഒരു അഴിമതി ആരോപണത്തിന്റെ പേരിൽ ഒരു മന്ത്രി പോലും രാജിവെക്കാത്ത ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുള്ള ഗവൺമെന്റാണ്. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ V കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി. കൺവീനർ K ബാബു MLA സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ K രാധാകൃഷ്ണൻ MB, CPM ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു, സോഷ്യലിസ്റ്റ് ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് A മോഹനൻ, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് TP ഉല്ലാസ്, NCP ജില്ലാ സെക്രട്ടറി KS രാജഗോപാൽ, കേരള കോൺഗ്രസ് സക്കറിയ, ജില്ലാ ട്രഷറർ രാമദാസ് ചേരാമംഗലം, ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജോയ് കാക്കനാടൻ, RJD നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി P സുന്ദരൻ ഗോവിന്ദാപുരം എന്നിവർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.